ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 21 സങ്കീർത്തനം 10 വാക്യം. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. ദൈവത്തെ മറന്ന് പാപത്തിൽ ജീവിക്കുന്നവരുടെ എല്ലാ നന്മകളും ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. മാതാപിതാക്കൾ നടന്ന പാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന മക്കളും ശിക്ഷിക്കപ്പെടും. നീതിമാൻ വഴിയായി ദൈവാനുഗ്രഹം തൻ്റെ തലമുറയ്ക്ക് കൈമാറുന്നത് പോലെ പാപത്തിൽ ജീവിച്ച് മരിക്കുന്ന പാപി പിൻതലമുറയ്ക്ക് കൂടി ശാപം വെച്ചിട്ടാണ് പോകുന്നത്. ദൈവപുത്രനെ നിഷേധിക്കുന്നവരുടെ സന്തതി അഭിവൃദ്ധിപ്പെടുകയില്ല. പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കൊണ്ട് അടുത്ത തലമുറയ്ക്ക് നാം അനുഗ്രഹമാണോ അതോ ശാപമാണോ ഒരുക്കുന്നത്? ഇന്നും നാം പാപത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മുടെ മരണശേഷം തലമുറയ്ക്ക് ശാപം മാത്രമേ ലഭിക്കുകയുള്ളൂ. വരും തലമുറയ്ക്ക് നാം നന്മയായി തീരണമെങ്കിൽ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് നാം മടങ്ങി വന്ന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ മകനായി ജീവിക്കണം. ആ തരത്തിൽ ജീവിതങ്ങളെ ക്രമീകരിച്ച് വരും തലമുറയെ നന്മയുള്ളവരായി നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നിലെ കുറവ് കണ്ടെത്തി തിരുത്തപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.